എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ. ഇത് മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൻ്റെ കവാടമാണ്. അപ്പോൾ അവിടെ പുനരുദ്ധാരണ നടന്ന് ഇപ്പോൾ ബ്രഹ്മകലശം നടക്കാൻ പോവുകയാണ്. അതിൻ്റെ കവാടം ആണിത്. ഇത് ഈ ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന കവാടം നിർമ്മിച്ച് അമ്പലത്തിലേക്ക് സംഭാവന ചെയ്യുന്നത് ശ്രീ സദാശിവ ഷെട്ടി കന്യാന എന്ന അദ്ദേഹമാണ്. ഇത് മാർച്ച് 27 രാവിലെ 10 മണിക്കാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. നമ്മുടെ മന്ത്രി സുരേഷ് ഗോപിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കരിങ്കല്ലിൽ തീർത്തെടുത്ത ഒരു കവാടമാണിത്. അതിമനോഹരമായ രീതിയിൽ തന്നെ ഈ കവാടം നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്ഷേത്രത്തിനകത്തേക്ക് കടക്കുമ്പോഴുള്ള കാഴ്ചയാണ് ഇപ്പോഴത്തെ കാഴ്ച. അതായത് ഇപ്പോൾ ഈ ബ്രഹ്മകലശോത്സവത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിനകത്തേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് പ്രധാന ഗോപുരം കാണാൻ പറ്റും. ഇപ്പോൾ ചുറ്റുപാടുമുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അകത്തെ വശത്തു നിന്നുള്ള ഈ കവാടത്തിൻ്റെ കാഴ്ചകളാണിത്. ഇത് പ്രധാന ഗോപുരമാണ്. ഇവിടെ കവാടത്തിൽ നിന്ന് തന്നെ പ്രധാന ഗോപുരത്തിൻ്റെ കാഴ്ചകൾ കാണുന്നതാണിത്. ഇങ്ങനെ കണ്ടുകൊണ്ട് നമുക്ക് അതിനകത്തേക്ക് പ്രവേശിക്കാം. പിന്നെ ഇതുവഴി നമുക്ക് നേരിട്ട് പ്രവേശിക്കാനും പറ്റും, അതല്ലാതെ മുൻവശത്തോടുകൂടി. ഇതിപ്പോൾ അമ്പലത്തിൻ്റെ മുൻവശത്ത് കാണുന്ന മധുവാഹിനി പുഴയാണ്. മധുവാഹിനി പുഴ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല ചൂടുകാലമാണല്ലോ. ഇപ്പോൾ മഴയൊന്നും പെയ്തിട്ടില്ല. കാസർഗോഡ് ഇതുവരെ മഴ പെയ്തിട്ടില്ല. ഇതിൻ്റെ പുഴയ്ക്ക് ഇക്കരക്കെന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ അമ്പലത്തിൻ്റെ കാഴ്ച കാണുന്നത്. അതാണ് മുൻവശം. ഇതുവഴിയാണ് നമ്മൾ മുൻവശത്തൂടെ അകത്തേക്ക് കിടക്കേണ്ടത്. ഇപ്പോൾ ഇത് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഈ പുഴയ്ക്ക് കുറുകെ ഒരു വഴി ഉണ്ടാക്കിയിരിക്കുകയാണ്. താൽക്കാലികമായിട്ടുള്ളൊരു വഴിയാണിത്. ഇത് ഈ ബ്രഹ്മകലശോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭക്ഷണശാലയിലേക്കുള്ള വഴിയാണ് ഇതുവഴി ഒരുക്കിയിരിക്കുന്നത്. ഇതൊക്കെ ഈ കുട്ടികളൊക്കെ ഇവിടെ സേവന സന്നദ്ധരായിട്ട് വന്നിട്ട് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ്. പൈപ്പിട്ടിരിക്കുന്ന കാഴ്ചയാണത്. അമ്പലത്തിൻ്റെ വാട്ടർ സോഴ്സിൽ നിന്ന് അവിടത്തേക്കുള്ള വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പാണ്. താൽക്കാലികമായിട്ട് ഭക്ഷണശാലയിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പാണ് കണ്ടത്. ഈ അമ്പലത്തിൻ്റെ മുൻവശം. ഇതുവഴിയാണ് നമ്മൾ അകത്തേക്ക് കടക്കുന്നത്. ഇതുവഴി അമ്പലത്തിനകത്തേക്ക് കടന്നു പോകും. ചുറ്റമ്പലത്തിന് പുറത്തുള്ള കാഴ്ചകൾ. മനോഹരമായി കൊത്തുപണികളൊക്കെ ചെയ്ത് പുതിയതായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഇതൊക്കെ. ചുറ്റമ്പലത്തിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചയാണ്. വളരെ വലിയ വിശാലമായ മുറ്റം ഒക്കെ ഉള്ള അമ്പലമാണ്. ഇവിടെ ഇരിക്കാനൊക്കെയുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പുതിയതായി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇവിടെ വൈകിട്ടൊക്കെ വന്നിരുന്നാൽ വളരെ ശാന്തമായൊരു അന്തരീക്ഷം. ഇത് മദനന്തേശ്വര ക്ഷേത്രത്തിൻ്റെ പുറത്തുനിന്നുള്ള അകത്തേക്കുള്ള കാഴ്ചയാണ്. ഇവിടെയാണ് ഹോമത്തിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ഗണപതി ഹോമത്തിനുള്ള. ഇത് അമ്പലത്തിൻ്റെ ചേർന്നുള്ള അമ്പലത്തിൻ്റെ വയലാണ്. അവിടെയും ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. വളരെ വിശാലമായ സൗകര്യം തന്നെയാണ് ഒരുക്കിയിട്ടുള്ള. അത്രയേറെ ലക്ഷക്കണക്കിന് ആളുകളെ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ അമ്പലത്തിൽ ഒരുക്കിയിട്ടുള്ളത്. അമ്പലത്തിനും പരിസര പ്രദേശങ്ങളിലായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്.
ഇതിപ്പോൾ നമ്മൾ കവാടത്തിന് പുറത്തേക്ക് പോകാനുള്ള നേരത്തെ കണ്ട കവാടം തന്നെ പുറത്തേക്കുള്ള വഴിയാണ്. ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്ന മൂടപ്പ സേവ ഈ നൂറ്റാണ്ടിൽ നടന്നിരിക്കുന്ന ഒന്ന് 1962 നടന്നത്. അതിനുശേഷം പിന്നെ 30 വർഷത്തിന് ശേഷം 1992 നടക്കുകയുണ്ടായി. പിന്നീടാണ് ഇപ്പോൾ ശേഷം 92 ശേഷം 33 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഭക്ഷണശാലയിലേക്ക് എത്തി. നമ്മുടെ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണശാലയാണിത്. ഇവിടെ ഏകദേശം 50,000 ആൾക്കാർക്കെങ്കിലും ഒരു സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. ഇവിടെ വിശാലമായ രീതിയിൽ രണ്ടോ മൂന്നോ ഇടങ്ങളിലായിട്ട് ഇതുപോലുള്ള ഭക്ഷണശാലകൾ ഒരുക്കിയിട്ടുണ്ട്. ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം അത് ഒരു സ്ഥലത്ത് ഒരുക്കിയിട്ടുണ്ട് ഒരു ഭക്ഷണശാലയിൽ. ഇത് ഇപ്പോൾ വാങ്ങിക്കഴിക്കാനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ. ഫാനുകൾ, വലിയ 2 ഫാനുകൾ ഓൾറെഡി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഫിറ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതിപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷം ഇവിടെ ചെയ്തിട്ടുള്ള അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഭക്ഷണശാലയിൽ ഭക്ഷണ സാമഗ്രികൾ ഒക്കെ എത്തിയിട്ടുണ്ട്. അരി, പച്ചക്കറികൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് ചെറിയൊരു ഭാഗം മാത്രം ആണിപ്പോൾ ഭക്ഷണശാലയിലുള്ള ദൃശ്യങ്ങൾ കണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കൈ കഴുകാനുള്ള സംവിധാനം അതിലേറെ വിശാലമായ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം 100-ലേറെ പൈപ്പുകൾ ഒരു വശത്ത് ഉണ്ട്, മറ്റൊരു വശത്ത് അതുപോലെ. ഓരോ ഭക്ഷണശാലയിൽ നിന്ന് ഇറങ്ങുമ്പോഴും നമുക്കവിടെ ഈ കൈ കഴുകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതും വളരെ വിപുലമായ രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്ന് കാണാൻ പറ്റാത്തവർക്ക്, വന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇനിയും വീഡിയോ ഇതുപോലെ പോസ്റ്റ് ചെയ്യുന്നതാണ്. കാണാൻ പറ്റാത്തവരെല്ലാവരും വീഡിയോ കാണുക, അനുഗ്രഹിക്കുക. ഇതിപ്പോൾ 2 ദിവസം മുമ്പിൽ ഉള്ള ഒരു ഇതാണ്. ഏകദേശം കുറേ പേര് ഭക്ഷണം കഴിച്ച് പോയി കഴിഞ്ഞു. ഇവിടെ ഈ തോട്ടം ഉണ്ട്, തെങ്ങിൻ തോട്ടം. ഇതിൻ്റെ നടുവിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്പലത്തിൻ്റെയും ഭക്ഷണശാലേൻ്റെയും ഇടയിലുള്ളൊരു തോട്ടമാണിത്. ധാരാളം ആൾക്കാർക്ക് നിൽക്കാനും നടക്കാനും പോകാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. വിശാലമായ സൗകര്യങ്ങൾ തന്നെയാണുള്ളത്. ഏകദേശം ലക്ഷത്തിലേറെ ഭക്തജനങ്ങളെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ഓരോ സമയവും, അതായത് അറ്റ് എ ടൈം 1,00,000 പേരെങ്കിലും ഉണ്ടാവും. 5 ലക്ഷത്തിലേറെ ആൾക്കാരെങ്കിലും ഈ ബ്രഹ്മകലശോത്സവത്തിൽ പങ്കെടുക്കുമെന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.